ഹായ് മക്കളെ, നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ +2 സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നമുക്കറിയാം ഇന്ന് +2ൻ്റെ റിസൾട്ട് വരുന്നുണ്ട് അല്ലേ. ഇന്ന് +2ൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് 2-3 സാധ്യതകൾ പറയാം. ഒരു സാധ്യത എന്ന് പറയുന്നത് അതിനുശേഷം ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ പറയാം. അപ്പോൾ +2 സയൻസ് ഉള്ള കുട്ടികൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമുക്കറിയാം റിസൾട്ട് എന്ന് വരും. റിസൾട്ട് എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാൻസ് എന്ന് പറയുന്നത് ഫുൾ A+ വാങ്ങിക്കുന്ന ഒരു ചാൻസ് ഉണ്ടായിരിക്കാം മേ ബി. രണ്ടാമതൊരു ചാൻസ് എന്ന് പറയുന്നത് +1 ഡബിൾ പാസ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കിന് +2 100% ആ കുട്ടി പാസ്സായിരിക്കും. ആ കാര്യത്തിൽ തർക്കമില്ല. ഇനി മൂന്നാമതൊരു കാറ്റഗറിയെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ഈ കാറ്റഗറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രതീക്ഷ ഉണ്ടായിരിക്കും +2 പാസ്സാകും എന്നുള്ള. കാരണം അവർക്ക് +1 ഒരു ജസ്റ്റ് പാസ് മാർക്ക് ഉണ്ടായിരിക്കും. +2 അവർക്ക് ഏകദേശം എന്ത് ചെയ്യാം, അവർക്ക് ഒരു 18 മാർക്കിന് എടുത്ത് പാസ്സാവാൻ മതി എന്നുള്ള ഒരു ആശയം വെച്ചിട്ട് നമുക്ക് എന്തായാലും പാസ്സാവും ഒരുപാട് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. ഏകദേശം ഈ വർഷം 25% എക്സ്പെക്ട് ചെയ്യുന്നത്. ഏകദേശം 25% കുട്ടികളാണ് ഈ വർഷം നമുക്ക് ഫെയിലിയർ ആവാൻ ഒരു സാധ്യത നിലനിൽക്കുന്നത്. നമുക്കറിയാലോ മുൻ വർഷങ്ങളിലെ റിസൾട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് അനലൈസ് ആണ്. ഏകദേശം 25% അടുത്ത് വരെ ഈ വർഷം കുട്ടികൾ +2 ഫെയിലിയർ ഉണ്ടാവും. അപ്പോൾ ഈ ഫെയിലിയർ ആവുന്ന കുട്ടികൾക്ക് പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അതായത് അവർ ഓൾറെഡി +1 ജസ്റ്റ് പാസ് മാർക്ക് ഉണ്ടായിരിക്കും. +2 അവർ പ്രതീക്ഷ വെക്കും എനിക്കിത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയായിരിക്കും ഇപ്പോൾ ഈ വരുന്ന റിസൾട്ടിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ചില കേസുകളിൽ എന്ത് ചെയ്യാറില്ല, അവരുടെ ആ പ്രതീക്ഷ തെറ്റിപ്പോവാറുണ്ട്. അങ്ങനെ പ്രതീക്ഷ തെറ്റിപ്പോയ ഏകദേശം 100ഓളം കുട്ടികളുടെ അടുത്ത് കഴിഞ്ഞ വർഷം 2023 ബാച്ചിൻ്റെ കാര്യമാണ് പറയുന്നത്. മാക്സ് ബി എന്ന് പറയുന്ന ഒരു ട്യൂഷൻ പ്ലാറ്റ്ഫോം നമുക്ക് ഓഫ്ലൈനായിട്ട് ആക്ച്വലി ഒരു എടപ്പാൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ട്. നിങ്ങൾ ഓൺലൈനിലായിരിക്കും മിക്കവാറും ക്ലാസ് കാണുന്നതെങ്കിലും നമുക്ക് മാക്സ് ബിക്ക് ഒരു ഓഫ്ലൈൻ പ്രോഗ്രാം ഉണ്ട്. അതിൽ ഏകദേശം കഴിഞ്ഞ വർഷം 100ഓളം കുട്ടികളുടെ അടുത്ത് വന്ന ഒരു കേസ് സ്റ്റഡിയാണ് ഞാൻ പറയുന്നത്. ഈ കേസ് സ്റ്റഡി നിങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരുപാട് കുട്ടികൾ ഇതിൽ +2 ഫെയിൽ ആയതിനു ശേഷം ഇനി ഞങ്ങൾക്ക് പാസ്സാവാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കുറേ കുട്ടികൾ നിൽക്കും. കുറേ കുട്ടികൾ പഠനം ഉപേക്ഷിക്കും. ചില കുട്ടികൾ നമുക്കറിയാലോ ഇംപ്രൂവ്മെന്റ് സേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് +2. അതിപ്പോൾ എത്ര പേപ്പർ പോയാലും കഴിഞ്ഞാലും നമുക്ക് സേ എക്സാം എഴുതാം. 5 പേപ്പർ ആണെങ്കിൽ പോലും 5 പേപ്പർ നമുക്ക് എന്ത് ചെയ്യാം, സേ എഴുതാൻ കഴിയും. ഇത് നിങ്ങൾ അറിയണം. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ 4 പേപ്പർ പോയ 3 കുട്ടികൾ, അതായത് 4 വിഷയം അവർ ഫെയിലായി. +2 ഇപ്പോൾ ഈ വരുന്ന റിസൾട്ട് വന്നപ്പോൾ 4 വിഷയം ഫെയിലായി. എന്നാൽ ഈ 4 വിഷയം ഒരു മാസത്തെ ട്രെയിനിങ് കൊണ്ട് തന്നെ വളരെ ഈസിയായി പഠിച്ചും കൊണ്ട് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്ത കുട്ടികളുടെ ചരിത്രമാണ് സാർ പറയുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ 3 കുട്ടികൾ ഇതേപോലെ അവരുടെ 4 വിഷയം പോയിട്ടുണ്ട്. ആ 4 വിഷയം അവർ പഠിച്ചും കൊണ്ട് അവർ ഒരു മാസം കൊണ്ട് തന്നെ ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, ഈ വർഷത്തെ റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് 1, 2, 3 സബ്ജക്റ്റുകൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾ നിരാശരാവേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ തോൽക്കുന്നതിന് പല റീസൺ ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ പഠിച്ചില്ല എന്ന് പറയുന്ന കാരണം മാത്രമല്ല, പല റീസണുകൾ അല്ലേ. നമുക്കറിയാം റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് റീസൺ ഉണ്ടാവാം അല്ലേ. നമ്മൾ ആ സമയത്ത് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാം. ചിലപ്പോൾ നമ്മളെ അമിത പ്രതീക്ഷ പ്രശ്നം ഉണ്ടാവാം. നമ്മൾ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ ഇഷ്യൂകൾ ഉണ്ടാവാം. അങ്ങനെ നിരവധി കാരണങ്ങളാണ് ഓരോ കുട്ടിയും ഫെയിലിയർ ആവാനുള്ള കാരണം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ സപ്പോസ് നിങ്ങൾ ആരെങ്കിലും, നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഫെയിലിയർ ആവുക, അത്തരത്തിൽ വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അവർക്കൊരു കോൺഫിഡൻറ്റ് കൊടുക്കുക. അതായത് നിങ്ങളുടെ എത്ര പേപ്പർ ആണെങ്കിലും നമുക്ക് ഒരു മാസം കൊണ്ട് നന്നായി ഹാർഡ് വർക്ക് ചെയ്തും കൊണ്ട് ഏകദേശം ഒരു 8 to 9 മണിക്കൂർ പെർ ഡേ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 4 വിഷയം അല്ലെങ്കിൽ 5 വിഷയം ആവട്ടെ. ഞാൻ 4 വിഷയമുള്ള കേസാണ് കഴിഞ്ഞ വർഷത്തെ റിസൾട്ടാണ് പറയുന്നത്. 4 വിഷയമുള്ള 3 പേര് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ചെയ്തിട്ടുണ്ട്. 3 വിഷയമുള്ള 25ഓളം പേരെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. 3 വിഷയമുള്ള 2 വിഷയമുള്ള ഒരുപാട് പേരെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഏറ്റവും ടോപ്പായിട്ടുള്ള കേരളത്തിലെ നമ്പർ 1 പ്ലാറ്റ്ഫോം എന്ന് വേണമെങ്കിൽ പറയാം, സേ, എക്സ്പെഷ്യലി സേ. സാർ തന്നെയാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എടുക്കുന്നത്. അതായത് സേക്ക് ഇത്രയും എക്സ്പേർട്ട് ആയിട്ട് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു സെൻറ്ററും ഇല്ല. അതായത് അവരെ എങ്ങനെയെങ്കിലും നമുക്ക് പാസ്സാക്കി എടുക്കുക. അതായത് ഈ അക്കാഡമിക് ഇയറിൽ അവരെ എന്ത് ചെയ്യുക, ഹയർ സ്റ്റഡീസിന് അയക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അല്ലാതെ നമ്മൾ റിസൾട്ട് വരുമ്പോഴേക്കും പേടിച്ച് ടെൻഷനായി ഫെയിലിയർ ആയി ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരുപാട് ടെൻഷൻ അടിച്ച് കരഞ്ഞ് ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും.
അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. അവർക്ക് ഒരു മാസത്തെ കഠിന പ്രയത്നം കൊണ്ട്, ഞാൻ അങ്ങനെ തന്നെയാണ് വേർഡ് ഉപയോഗിക്കുന്നത്, കഠിന പ്രയത്നം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്ലിയർ ചെയ്ത് എടുക്കാൻ പറ്റും. 100% നമുക്കത് എടുക്കാൻ പറ്റും. അതാണ് കഴിഞ്ഞ വർഷത്തെ റിസൾട്ടുകൾ. നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ കഴിഞ്ഞ വർഷം കണ്ടില്ല, 4 പേപ്പർ ക്ലിയർ ആയ ആളുകൾ, 3 പേപ്പർ ക്ലിയർ ആയ ആളുകൾ, 2 പേപ്പറൊക്കെ ഈസിയാണ് ക്ലിയർ ചെയ്യാൻ. ഒരു പേപ്പറൊക്കെ ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്, വളരെ ഈസിയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഈ വർഷത്തെ +2 സയൻസിൽ ഇൻ കേസ് ഒരു പേപ്പറോ 2, 3, 4 പേപ്പർ ഫെയിലിയർ ആവുകയാണെങ്കിൽ ഞാൻ അവരോട് വീണ്ടും പറയുന്നു, നിങ്ങൾ 100% ഈ വർഷം എന്ത് ചെയ്യാം, ഹയർ സ്റ്റഡീസിന് പോവാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അത്തരത്തിൽ വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഹെൽപ്പായിരിക്കും. അത് സാർക്കും കൂടെ ഹെൽപ്പാണ്, ആ കുട്ടിയും കൂടെ ഹെൽപ്പാണ്. ഒന്ന് മനസ്സിലായോ? അതായത് നിങ്ങളാണ് ഈ വീഡിയോ കാണുന്നത്, നിങ്ങളാണ് വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടപ്പാൾ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് വന്നെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് മാത്സ് മാത്രമേ ഉള്ളൂ. മാത്സിന് മാത്രമാണ് ഓൺലൈൻ ക്ലാസ് ഉള്ളൂ. ആക്ച്വലി ഇതൊരു ഓഫ്ലൈൻ പ്രോഗ്രാമാണ്, 1 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഓഫ്ലൈൻ പ്രോഗ്രാമാണ്. ഇതിൽ ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഓക്കെ, ലിമിറ്റഡ് സീറ്റേ ഉള്ളൂ, അത് പ്രത്യേകം പറയാം. ലിമിറ്റഡ് സീറ്റേ ഉള്ളൂ. ആർക്കെങ്കിലും അങ്ങനെ ഒരു എന്താ പറയുക, ഈ വർഷം പേപ്പർ മിസ്സായി കഴിഞ്ഞാൽ അവർ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട, കരഞ്ഞ് പ്രശ്നമാക്കാൻ നിൽക്കണ്ട, ഒന്നും നിൽക്കണ്ട. പറ്റുമെങ്കിൽ എടപ്പാൾ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് നിങ്ങൾ വരികയാണെങ്കിൽ 1 മാസം കൊണ്ട് നമുക്ക് മാക്സിമം എഫേർട്ട് ഇട്ടും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വർഷം നമുക്ക് അടിപൊളിയായിട്ട് പാസ്സാവും. അപ്പോൾ നിങ്ങൾ വർഷം നഷ്ടപ്പെടാതെ തന്നെ ഈ വർഷം നിങ്ങൾ ആഗ്രഹിച്ച, ചിലപ്പോൾ നിങ്ങൾ അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ടാവും. ചില കുട്ടികൾ, ഏതാനും കുട്ടികൾ അഡ്മിഷൻ വരെ എടുത്ത കുട്ടികളുണ്ടാവും ഇതിൽ. അവർക്കൊക്കെ ഈ വർഷം എന്ത് ചെയ്യാടാ, ഹയർ സ്റ്റഡീസിന് പോവാം. ഇത് മാത്സ് ബി PCM വാല തരുന്ന ഒരു ഗ്യാരണ്ടി കൂടിയാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. സങ്കടം അടിച്ച് ടെൻഷനെ അടിക്കേണ്ട. ഒരു കാര്യം നിങ്ങൾ ചെയ്യുക, ഈ വീഡിയോ കാണാൻ നിങ്ങൾ പാസ്സാവട്ടെ എന്നാണ് സാർ ആഗ്രഹിക്കുന്നത്. സപ്പോസ് നിങ്ങൾ പാസ്സാണെങ്കിൽ, നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സുഹൃത്ത് ആരെങ്കിലും ഫെയിലിയർ ആയി നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവനക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ അവൻ എന്ത് ചെയ്യാൻ പറ്റും, ഈ വർഷം തന്നെ രക്ഷപ്പെടാൻ പറ്റും. അതാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ അവനൊരു ഗിഫ്റ്റ് ആയിരിക്കും. അവന് ഈ വർഷം അവനും കൂടെ പാസ്സാവുകയാണെങ്കിൽ അവനും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ, ചേർന്ന് ഈ വർഷം എന്ത് ചെയ്യുക, ഹയർ സ്റ്റഡീസിന് പോകാം. അവൻ്റെ വലിയൊരു വിഷമം അല്ലെങ്കിൽ വലിയൊരു ടെൻഷൻ നിങ്ങൾ കാരണം എന്ത് ചെയ്യും, ഒഴിവായി കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും റിസൾട്ട് വരാൻ നിൽക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് സാറിൻ്റെ ആഗ്രഹം. പക്ഷേ ഫെയിലിയർ ആയ ഒരു കുട്ടി പോലും ഈ വർഷം വിഷമിക്കരുത്, വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഫെയിലിയർ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, നമുക്കറിയുന്ന കാര്യമാണ്. 20%, 25% ഉള്ളിൽ ഉറപ്പായിട്ടും ഫെയിലിയർ ഉണ്ടാവും, അതിൽ ഒരു മാറ്റവും ഇല്ല. പക്ഷെ അങ്ങനെയുള്ള കുട്ടികൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ വർഷം തന്നെ ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റും. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് എന്തോ അറിയണമെന്നുണ്ടെങ്കിലും നമ്പർ കൊടുത്തിട്ടുണ്ട്, 9746875958 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നു. ഓക്കേടാ, താങ്ക് യു സോ മച്ച്.